സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ചന്ദ്രിക എന്ന് പറഞ്ഞൊരു സ്ത്രീ വഴിയിലൂടെ നടന്നു പോകുന്നതാണ്. അവരാണെങ്കിൽ തീരാവശ്യമായിട്ട് മുമ്പോട്ട് നടക്കാൻ വയ്യാതെ അവിടെ വഴിയരികിൽ തന്നെ തളർന്നു വീഴുന്നുണ്ട് കേട്ടോ. ഈ സമയം അവിടെ തൊഴിലുറപ്പിന് വന്നിരുന്ന സ്ത്രീകളും ഒരു ചേട്ടനും ഒക്കെ ആ കാഴ്ച കണ്ട് അവരുടെ അരികിലേക്ക് ഓടി വരുക. എന്താ എന്താ പറ്റിയത്, നീ കുറച്ച് വെള്ളം എടുത്തിട്ട് വാ എന്നും പറഞ്ഞ് അവിടെയുള്ളൊരു ചെറിയ കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്തിട്ട് വന്ന് ആ വെള്ളം അവരുടെ മുഖത്തേക്ക് തെളിച്ച് അവരെ പിടിച്ച് എഴുന്നേൽപ്പിക്കുക. എന്താ എന്താ പറ്റിയത്? ഈ സമയം അതുവഴി പൊതിച്ചോറ് വിറ്റുകൊണ്ട് വന്നിരുന്ന രാധികയും ഈ കാഴ്ച കണ്ട് വണ്ടി നിർത്തി അവരുടെ അരികിലേക്ക് ഓടി ചെല്ലുക. അയ്യോ, എന്താ പറ്റിയത്? എന്തു പറ്റിയതാ ചേച്ചി? അറിയില്ല മോളെ, നടന്നു വരുമായിരുന്നു, പെട്ടെന്നായിരുന്നു തലകറങ്ങി വീണത്. എന്തു പറ്റിയതാ? ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? ചേച്ചിയുടെ നാട് എവിടെയാ? എൻ്റെ നാട് ഇവിടെ പുതുശ്ശേരി കടവിലാ. അവിടെയോ? അത് കുറേ ദൂരെയാണല്ലോ. എന്താ അത്രയും ദൂരത്ത് നിന്ന് ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ മോളെ, ഞാനേ ഇവിടെ അടുത്തൊരു ജോലി അന്വേഷിച്ചിറങ്ങിയതാണ്. കുറേ അലഞ്ഞു, അവസാനം തളർന്നു വീണതാണ്. അന്നേരം രാധിക ചോദിക്കുന്നുണ്ട്, ചേച്ചി രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? ഈ സമയം അവിടെയുള്ള കൂടെ ഉണ്ടായവരൊക്കെ പറയാൻ ഇല്ലയെന്നാണ് തോന്നുന്നത്. ഒന്നും കഴിച്ചിട്ടില്ല, കണ്ടാലേ അറിയാം. നല്ല ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടല്ലോ. ഒരു കാര്യം ചേച്ചിയെ പിടിച്ച് ദേ അവിടെ കൊണ്ടുവന്നിരുത്ത്. അങ്ങനെ പറഞ്ഞ് അവിടുത്തെ ഒരു ഇരിക്കാൻ പറ്റുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തുവാണ്. ഈ സമയം രാധിക സ്കൂട്ടറിൽ നിന്നും ഒരു പൊതിച്ചോറ് എടുക്കുവാണ് കേട്ടോ. എന്നിട്ടത് ആ ചേച്ചിയുടെ കയ്യിൽ കൊടുക്കുക. ഇതാ ദേ ഈ ഭക്ഷണം കഴിച്ച്. അയ്യോ വേണ്ട മോള്, ഒന്നും പറയണ്ട, നല്ല ക്ഷീണമുണ്ട്, നല്ല പോലെ വിശക്കുന്നുണ്ടല്ലോ. ദേ ഒന്നും പറയാതിരുന്നങ്ങ് കഴിച്ച്. ഈ സമയം അവർ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് രാധിക കൊടുത്ത ആ പൊതിച്ചോറുണ്ടല്ലോ അത് വാരി ഭക്ഷണം കഴിക്കുവാണ്. അന്നേരം അവർ പറയുന്നുണ്ട്, എനിക്ക് ആകെ ഒരേ ഒരു മോള് മാത്രമേ ഉള്ളൂ, മേഘ എന്ന അവളുടെ പേര്. ഭർത്താവ് എൻ്റെ മോള് എൻ്റെ വയറ്റിലായിരുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഉപേക്ഷിച്ച് പോയി കളഞ്ഞതാണ്. എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. അവൾ നല്ല രീതിയിൽ വളർത്തണം, അതിനു വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. പലയിടത്തും ജോലിക്ക് വേണ്ടി അന്വേഷിച്ചിട്ടുണ്ട്, പല സ്ഥലത്തും ഇതിനു മുമ്പ് ജോലിക്ക് നിന്നിട്ടുണ്ടെങ്കിലും ഭർത്താവ് കൂടെയില്ലാത്ത സ്ത്രീ ആയതുകൊണ്ട് തന്നെ പലരും ആ ഒരു കണ്ണിലൂടെ എന്നെ കാണുന്നത്. പലരുടെ ഭാഗത്തുനിന്നും മോശമായ രീതിയിലുള്ള പ്രവൃത്തികളും പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് ജോലിക്ക് നിന്നിരുന്ന വീട്ടിലെ സ്ത്രീ ഉണ്ടല്ലോ, എൻ്റെ മോളെ വല്ലാതെ ഉപദ്രവിക്കുമായിരുന്നു. അവർക്കെതിരെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തൂടെ എന്ന് എന്നറിയാവുന്നവരൊക്കെ ചോദിക്കും. അങ്ങനെ ഞാൻ പരാതിക്കും കേസിനൊക്കെ ആയി പോയി കഴിഞ്ഞാൽ പിന്നീട് എന്നെ ആരും ഒരു വീട്ടിലും ജോലിക്ക് നിർത്തിയില്ലെങ്കിലോ, നിന്നെയൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ പോലീസും കേസുമായിട്ട് ഞങ്ങൾക്ക് ഇരിക്കപ്പുറത്തേ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവരെന്നെ പറഞ്ഞു വിട്ടാലോ? അതൊക്കെ ഓർത്തിട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല. സത്യം പറഞ്ഞാൽ ചില സമയത്ത് ജീവിതത്തിനോട് വല്ലാത്തൊരു മടുപ്പ് തോന്നും. ഇനി എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും എന്നുള്ളതൊക്കെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമോ ഇപ്പോൾ. എൻ്റെ മോളുടെ അവസ്ഥ കാണുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. അവൾക്ക് 3 നേരം വിശപ്പടക്കാനുള്ളത് പോലും ഒരുക്കി കൊടുക്കാൻ എന്നെ കൊണ്ടാവുന്നില്ലല്ലോ. അതോർക്കുമ്പോഴാണ് നെഞ്ചു പൊടിയുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ സങ്കടപ്പെടുവാണ്. ഈ സമയം രാധിക അവിടെ കൂടി നിന്നവരോട് പറയണേ, നിങ്ങളെല്ലാവരും ഇങ്ങനെ നിൽക്കണമെന്നില്ല, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോ, ചേച്ചിയുടെ ഒപ്പം ഞാൻ നിന്നോളാം. അന്നേരം ആ ചേട്ടനും പറയണേ, അത് ശരിയാ, നമ്മളെല്ലാവരും കൂടി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരു ശ്വാസം മുട്ടലായിരിക്കും. രാധിക മോള് കൂടെ ഉണ്ടല്ലോ, മോള് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളും, എല്ലാവരും വന്നേ. അങ്ങനെ പറഞ്ഞ് അവരെല്ലാവരും അവരുടെ ജോലി ചെയ്യുവാണ്. അന്നേരം ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, മോളെ ഞാൻ കാരണം മോൾക്ക് ബുദ്ധിമുട്ടായല്ലേ? എന്ത് ബുദ്ധിമുട്ട്? ചേച്ചി ഈ അവസ്ഥയിൽ കിടക്കുന്ന കാണുമ്പോൾ കണ്ടില്ലാന്ന് അടിച്ചെനിക്ക് പോകാൻ പറ്റുമോ? നമ്മൾ മനുഷ്യരെ പരസ്പരം സഹായം ചെയ്യണ്ടേ, അല്ലാതെ ജീവിതമൊക്കെ കൊണ്ട് എന്തർത്ഥമുള്ളത്? ചേച്ചി കഴിക്ക്. ഈ സമയം കഴിച്ചു കഴിഞ്ഞിട്ട് ചന്ദ്രിക പറയണേ, മോളെനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാമോ? ഇവിടെ അവിടുത്തെ എവിടെയെങ്കിലും എനിക്ക് പറ്റുന്ന രീതിയിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ചെറിയ എന്തെങ്കിലും ജോലി സംഘടിപ്പിച്ച് തരാൻ മോളെ കൊണ്ട് പറ്റുമോ? അന്നേരം രാധിക പറയണേ, ചേച്ചി കുറച്ച് നാൾ മുമ്പായിരുന്നെങ്കിലേ ഞങ്ങളുടെ ആറ്റുവശ്ശേരി സദ്യയിൽ ഒരാളെ എടുക്കുന്നുണ്ടായിരുന്നു, അവിടെ വേണമെങ്കിൽ നോക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ. അന്നേരം ചന്ദ്രിക പറയണേ, മോൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ മറ്റെവിടെയെങ്കിലും അന്വേഷിച്ചോളാം. എൻ്റെ മോളെ 3 നേരം പട്ടിണിക്കിടാൻ പറ്റില്ലല്ലോ, അവൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തിയേ പറ്റുള്ളൂ. അന്നേരം അവരുടെ വാക്കുകൾ കേൾക്കുന്നതും രാധികയ്ക്ക് വല്ലാതെ സങ്കടം തോന്നുവാണ് കേട്ടോ. രാധിക പറയണേ, ചേച്ചി ഒരു മിനിറ്റ്, തൽക്കാലം ചേച്ചി എൻ്റെ കൂടെ തന്നെ പോര്, നമുക്ക് തൽക്കാലം എൻ്റെ ആറ്റുവശ്ശേരി സദ്യ തന്നെ ഒന്ന് കൂടാം. അയ്യോ അത് മോൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? സാരമില്ലെന്നേ, നമുക്ക് നോക്കാം, കുറച്ച് നാൾ അവിടെ നിന്ന് നോക്കാം. ചേച്ചി വന്ന് വണ്ടി കയറ്. എന്നിട്ട് അവിടെയുള്ള ജോലിക്കാരോട് രാധിക പറയണേ, അതെ തൽക്കാലം ചന്ദ്രിക ചേച്ചിയെ ഞാൻ ആറ്റുവശ്ശേരി സദ്യയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുക. അന്നേരം അവിടെയുള്ളൊരു ചേച്ചി പറയണേ, അത് ഞങ്ങൾക്ക് അപ്പോഴേ തോന്നി, മോളിതുപോലെ ഒരാളെ കിട്ടിയ കൂടെ കൂട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നല്ലോ. എന്നാൽ പിന്നെ ഞാൻ അങ്ങ് ചെല്ലട്ടെ,
ചേച്ചി വണ്ടി കയറിക്കോ. അങ്ങനെ പറഞ്ഞ് രാധികയുടെ സ്കൂട്ടറിൽ ചന്ദ്രികേനെയും എടുത്തിക്കൊണ്ട് രാധിക നേരെ ആറ്റുവേശ്വരിയിലേക്ക് പോകുവാണ്. ഈ സമയം അവിടെയാണെങ്കിൽ യശോദാമ്മയും ജയഭാരതി അമ്മയും ബാക്കി സഹായത്തിനുള്ള 2-3 സ്ത്രീകളും ചേർന്ന് ഭക്ഷണത്തിൻ്റെ പ്രിപ്പറേഷനിലും മറ്റുമാക്കിയാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും രാധിക ചന്ദ്രികേനെയും കുട്ടി അവരുടെ അരികിലെത്തുന്നത്. അന്നേരം യശോദ ചോദിക്കുന്നുണ്ട്, മോളെ ആരായി കൂടെ ഉള്ളത്? അതൊക്കെ പറയാമേ. ദേ ചന്ദ്ര ചേച്ചി ഇവിടെ ഇരുന്നോ. മുത്തശ്ശി അമ്മേ, ഇതാ ചന്ദ്രിക ചേച്ചി, വഴിയിൽ വെച്ച് കണ്ടതാണ്. എന്നിട്ട് രാധിക നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ് കേട്ടോ. അതെ, തൽക്കാലം ഇനി കുറച്ച് നാളത്തേക്ക് ചന്ദ്രിക ചേച്ചി നമ്മളോടൊപ്പം ഉണ്ടാകും. ഈ സമയം ജയഭാരതി അമ്മ പറയുന്നുണ്ട്, അതെ രാധിക മോള് പറഞ്ഞ കഥയൊക്കെ ഞാൻ കേട്ടു. പക്ഷേ ഒരു കാര്യം ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം, മര്യാദക്ക് നല്ലപോലെ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി. ഇവിടെ ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇതിൻ്റെ ഇടയിൽ അസൂയയും കുന്നായ്മയും പരദൂഷണം പറച്ചിലും ഒക്കെ ആയിട്ട് തുടരാമെന്നാണ് ഉദ്ദേശമെങ്കിൽ അതൊന്നും ഇവിടെ നടക്കില്ല. അന്നേരം ചന്ദ്രിക പറയുന്നുണ്ട്, അയ്യോ അമ്മേ, എൻ്റെ സ്വഭാവം അങ്ങനെയൊന്നുമല്ല. എനിക്കെൻ്റെ മോളെ 3 നേരം വയറ് നിറച്ച ആൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മാത്രം മതി. അത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. ശരി ശരി, കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാൽ പിന്നെ ചേച്ചി ഐശ്വര്യമായിട്ട് ജോലിക്ക് കയറിക്കോളൂ. അങ്ങനെ അറിഞ്ഞ് രാധിക ചന്ദ്രയ്ക്ക് അവിടെ എന്തോ കറി ഇളക്കാനായിട്ട് കൊടുക്കുവാണ്. അതൊക്കെ അവർ ചെയ്തുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാധികയുടെയും അവിടെയുള്ള ബാക്കിയുള്ളവരുടെയും കണ്ണ് തെറ്റിയൊരു സമയത്തിന് അവിടെ നിന്നും കുറച്ചങ്ങോട്ട് മാറി ചന്ദ്രിക സാറുടെ ഫോണിലേക്ക് വിളിക്കുക. അന്നേരം സാറ് ചോദിക്കണേ, എന്താ ചന്ദ്രിക കാര്യങ്ങളൊക്കെ? മാഡം, കാര്യങ്ങളെല്ലാം പറഞ്ഞതിലും ഭംഗിയായിട്ട് തന്നെ നടന്നിട്ടുണ്ട്. എൻ്റെ കഥ കേട്ടെ ആ രാധികയ്ക്ക് കരഞ്ഞു കലങ്ങിയിരിക്കുക. സത്യമാണോ? പിന്നല്ലാതെ, അങ്ങനെയുള്ള പെർഫോമൻസ് എല്ലാം ഞാൻ നടത്തിയിരിക്കുന്നത്. ഇപ്പം ഞാനേ ആറ്റുവാശ്ശേരി സദ്യയിലെ ജോലിക്കാരിയാണ്. വെരി ഗുഡ്. നീ അവളുടെ കൂടെ നിൽക്കണം. എങ്ങനെയെങ്കിലും അവളുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ നോക്കണം. അവിടുത്തെ ഒരു ആളായി തന്നെ മാറണം. എന്നിട്ട് അവളെ ആ ആറ്റുവേശ്വരി സദ്യനും വേരോടെ തന്നെ ഇല്ലാതാക്കി കളയണം. രണ്ടും നശിപ്പിക്കണം. അക്കാര്യം ഞാൻ ഏറ്റു മാഡം. മാഡമേ, ഡയറിയിൽ കുറിച്ച് വെച്ചോ. ഈ 2 കാര്യങ്ങളും നടന്നതായിട്ട് എന്നെ മാഡം കൂട്ടിക്കോ. പിന്നെ സൂക്ഷിക്കണം, അവളെ ഒരു സാധാരണ പെണ്ണൊന്നുമല്ല. 4 വശത്തും അവൾക്ക് കണ്ണുണ്ട്. പിന്നെ അതുമാത്രമല്ല, അവളുടെ കൂടെയുള്ളവൻ അവന് കണിമംഗലും സ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെട്ടവനാണ്. എന്നാലും അവൻ്റെ തലയിൽ നിറച്ചും ബുദ്ധിയാണ്. അതുകൊണ്ട് അവിടെ നിൽക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും പിടിക്കപ്പെടാൻ പാടില്ല. പിന്നെ ഇതുപോലെ അവരുടെ കണ്ണിൽ നിന്നും മറഞ്ഞു നിന്നുള്ള സംസാരങ്ങളും കുറക്കണം. എങ്ങാനും അവർ കണ്ടാലുണ്ടല്ലോ, എല്ലാ പദ്ധതികളും അതോടെ തീരും. അഥവാ നിന്നെ പിടിച്ചാലും ഇതിൻ്റെ പിന്നിൽ ഞാനും ചന്ദ്രശേഖരും ഉള്ളൂ എന്ന് ഒരു കാരണവശാലും നിൻ്റെ നാവിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. ഇല്ല മാഡം, എന്നെ കൊന്നാലും ഞാനത് പറയില്ല. മാഡം ധൈര്യമായിട്ടിരുന്നോ. മാഡോ സാറും ഒക്കെ ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്തിയിട്ടേ ഈ ചന്ദ്രിക തിരിച്ചു വരുള്ളൂ. അങ്ങനെ പറഞ്ഞ് ചന്ദ്രിക കോള് കട്ട് ചെയ്യുവാണ്. അങ്ങനെ അതൊക്കെ കേട്ട് സന്തോഷത്തോടെ ഇരിക്കുവാണ് കേട്ടോ സാറാ. എടി രാധികേ, നീ നിൻ്റെ ആറ്റുവാശ്ശേരി സദ്യം തീർന്നതാണ്. നീ എനിക്ക് നേരെ തല്ലാൻ കൈ ഓങ്ങിയല്ലേ? അന്ന് ഞാൻ കുറിച്ച് വെച്ചതാ, നിൻ്റെ ആ കൈ ഇല്ലാതാക്കി കളയുമെന്ന്. നിൻ്റെ സദ്യയുടെയും പോട്ട് വീഴ്ത്താനുള്ള ആളാടി നീ തന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുവാണ് സാറാ. പിന്നീട് കാണിക്കുന്നത് ആശ്രമത്തിൽ റൂമിൽ കിടന്നുറങ്ങുന്ന ശ്യാമേനെ ആയിരിക്കും. ഈ സമയം ശ്യാമയുടെ സ്വപ്നത്തിലേക്ക് ചില കാര്യങ്ങളൊക്കെ അവ്യക്തമായ രീതിയിൽ വരുവാണ്. അമൃതയുടെ മുഖവും അതുപോലെ രാധികയുടെയും വരുണിൻ്റെയും ഒക്കെ മുഖമൊക്കെ ശ്യാമയുടെ മനസ്സിലേക്ക് പതിയെ പതിയെ വ്യക്തമാകാത്ത രീതിയിൽ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ശ്യാമ ചാടി എഴുന്നേക്കുവാണ്. എന്നിട്ട് പുറത്തേക്ക് പോകാനായിട്ട് റൂമിൽ നിന്നും ഇറങ്ങി ഓടാൻ നിൽക്കുക. ഈ സമയം അവിടുത്തെ വാർഡനായ ഊർമിള അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ എങ്ങോട്ടേക്കായി പോകാൻ നിൽക്കുന്നത്? അത് എനിക്ക് എങ്ങോട്ടേക്ക് പോകണം. എങ്ങോട്ടാ അത്? അതറിയില്ല. തൽക്കാലം നമുക്ക് അങ്ങോട്ടേക്ക് പിന്നെ പോകാം. അവിടെ പോയിരുന്നോ? കാത്തിരിക്കുന്ന ആളാ അത്. ഈ സമയം സ്വാമിജിയും അങ്ങോട്ടേക്ക് വരുക. എന്തു പറ്റി? അല്ല, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ പുറത്തേക്ക് ഇറങ്ങാൻ ഓടാൻ തുടങ്ങുമായിരുന്നു. ആണോ? എന്തു പറ്റി? എന്താ, എന്തെങ്കിലും സ്വപ്നം കണ്ടോ? സ്വപ്നം കണ്ടു. എന്താ സ്വപ്നത്തിൽ കണ്ടത്? അതറിയില്ല, ഓർമ്മ കിട്ടുന്നില്ല. ഒന്ന് ഓർത്ത് നോക്ക്. സ്വപ്നത്തിൽ ആരെയാ കണ്ടത്? അത് രാധികയോ? അതാരാ? അതറിയില്ല. അങ്ങനെ പറഞ്ഞ് ശ്യാമ തിരിച്ച് കട്ടിലിൻ്റെ അരികിലേക്ക് തന്നെ പോകുവാണ്. അങ്ങനെ തലയിൽ കൈവച്ച് കട്ടിലിൽ തന്നെ ഇരിക്കുവാണ് കേട്ടോ ശ്യാമ. ഈ സമയം ശങ്കർജി ഊർമിളയോട് പറയണേ, എന്താണെങ്കിലും ഇവരുടെ കാര്യത്തിലൊരു പ്രത്യേക ശ്രദ്ധ വേണം. ആദ്യമായിട്ടല്ലേ, ഇവിടുത്തെ രീതികളൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ. കൂടെ ആരെങ്കിലും ഉണ്ടാവണം. ഇത്രയും നേരം സ്നേഹം ഉണ്ടായിരുന്നു ശങ്കർജി, ഇപ്പം അങ്ങോട്ട് മാറിയതേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ് അവരവിടെ നിന്നും പോകുവാണ് കേട്ടോ.
പിന്നീട് കാണിക്കുന്നത് സദ്യയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന രാധികേനെയും അമ്മേനെയും വരുണ്ണെ അവരെല്ലാവരെയാണ്. ഈ സമയം ആ ചന്ദ്രികയും അവിടെ ഭക്ഷണമൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അന്നേരം രാധിക സാമ്പാറിൻ്റെ ചട്ടി അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാനായിട്ട് വിളിക്കുവാണ് കേട്ടോ. ഈ സമയം ചന്ദ്രികയും അങ്ങോട്ടേക്ക് കൂട്ടത്തിൽ ഓടി ചെല്ലുന്നുണ്ട്. അന്നേരം ചന്ദ്രിക മനസ്സിൽ പറയണേ, കിട്ടുന്ന ഒരവസരം പോലും പാഴാക്കി കളയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞ് ചന്ദ്രിക ആ പാത്രം ചെറുതായിട്ടൊന്ന് ചരിക്കുവാണ്. അങ്ങനെ നല്ല തിളച്ച ചൂടുള്ള സാമ്പാർ രാധികയുടെ കാലിലേക്ക് വീണ് കാല് പൊള്ളുവാണ് കേട്ടോ. അത് കാണുന്നതും വരണും അവരെല്ലാവരും ഓടി വരുവാ. വരണാണെങ്കിൽ ചന്ദ്രികയോട് പൊട്ടിത്തെറിക്കണേ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വരരുത്. കാല് പൊള്ളിയത് കണ്ടില്ലേ? സാരമില്ല വരുൺ, ചേച്ചിക്ക് അറിയാതെ പറ്റിയതായിരിക്കും. ഈ സമയം ജയഭാരതി അമ്മയും ചന്ദ്രികയോട് ദേഷ്യപ്പെടണേ, എന്നാലും ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? വന്ന് കയറിയതല്ലേ ഉള്ളൂ. മോളെ എങ്ങനെയുണ്ട്? നല്ലപോലെ പൊള്ളുന്നുണ്ടല്ലേ? മോളെ രാധികെ, ആ ഓയിൽമെൻ്റ് എടുത്തിട്ട് വരട്ടെ. ഏയ് വേണ്ടമ്മേ. ഈ സമയം ചന്ദ്രികയാണെങ്കിൽ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുക. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാതെ പറ്റിപ്പോയതാ. അന്നേരം ജയഭാരതി അമ്മ പറയണേ, ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നിന്ന് കരഞ്ഞിട്ട് എന്ത് കാര്യം? എന്താണെങ്കിലും പോയി ജോലി നോക്കാൻ നോക്കൂ. അന്നേരം വരണാണെങ്കിൽ രാധിക അവിടെ നിന്ന് റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുവാണ്. ഈ സമയം ചന്ദ്രികയാണെങ്കിൽ അതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നിൽക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് റൂമിലെത്തിയ രാധികയുടെ കാലിൽ വേദന മാറാനുള്ള തൈലമൊക്കെ പുരട്ടി കൊടുത്തുകൊണ്ടിരിക്കുന്ന വരുണിനെയാണ്. വരുണിൻ്റെ സ്നേഹവും കരുതലൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് വരുണിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന രാധികേനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ആശ്രമത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ശ്യാമയ്ക്ക് എന്തോ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. അക്കാര്യം ആ സ്വാമിജി അറിയിക്കാനായിട്ട് അരികിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ശ്യാമക്ക് അതെന്താണെന്ന് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടായില്ല. ഈ സമയം ഇതെല്ലാം ആ ഊർമിളയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഊർമിളയാണെങ്കിൽ ബെഞ്ചമിൻ്റെ ആളായിരിക്കും. ഊർമിള ഈ കാര്യങ്ങളെല്ലാം രഹസ്യമായിട്ട് ബെഞ്ചമിനെ വിളിച്ചറിയിക്കുന്നുണ്ട്. അതെ, ഇന്നിവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ശ്യാമയുണ്ടല്ലോ, അവർക്ക് എന്തോ ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് ഓർമ്മ കിട്ടിയതാ. അവരത് ശങ്കർജിയോട് പറയാനും ശ്രമിച്ചതാ. പക്ഷെ പെട്ടെന്ന് അവർക്ക് അത് പറയാൻ പറ്റിയില്ല. അതിനെക്കുറിച്ച് കുറേ നേരം ആലോചിച്ച് നിന്നു. ഈ സമയം അത് കേൾക്കുന്ന ബെഞ്ചമിൻ പറയണേ, ഒരു കാരണവശാലും അവർക്ക് ഒരിക്കലും ഓർമ്മകൾ തിരിച്ചു കിട്ടാൻ പാടില്ല. ചെറുതായെന്ന് ഓർക്കാനുള്ള ശേഷി പോലും അവരുടെ തലച്ചോറിനുണ്ടാവരുത്. അക്കാലമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന ബെഞ്ചമിന് വാക്ക് കൊടുക്കുവാണ്ട ഊർമിള. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ രാധികയുടെ വീടിൻ്റെ പിന്നാമ്പുറത്ത് നിന്ന് രഹസ്യമായിട്ട് സാറയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രികേനെയാണ് കേട്ടോ. അന്നേരം ചന്ദ്രിക പറയുന്നുണ്ട്, അതെ ഇവിടെ എല്ലാവരും നാളത്തേക്കുള്ള സദ്യയുടെ ഒരുക്കത്തിലാണ്. അങ്ങനെ സാറയുടെ നിർദ്ദേശാനുസരണം പ്ലാൻ നടപ്പിലാക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ ചന്ദ്രികയും സാറയും കൂടി ഫോണിലൂടെ സംസാരിക്കുന്നത്. ഈ സമയം പിൻഭാഗത്തെ വാതിൽ വഴി അകത്തേക്ക് കയറാൻ തുടങ്ങിയ രാധികയാണെങ്കിൽ അവിടെ ചന്ദ്രികാരോടോ പതുങ്ങി നിന്ന് സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ സംശയത്തോടെ ചന്ദ്രികയെ നോക്കുവാണ് കേട്ടോ രാധിക. ഈ സമയം ഫോണിലെ സംസാരമൊക്കെ കഴിഞ്ഞ് പിന്നിലേക്ക് തിരിയുന്ന ചന്ദ്രികയാണെങ്കിൽ രാധികയെ കണ്ട് ഷോക്കായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീനൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്